ശരിയായ സന്ദർഭങ്ങളിൽ ശരിയായി സംസാരിക്കുക എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. എന്നാൽ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ നിശബ്ദതയുടെ പ്രാധാന്യവും വളരെ വലുതാണ്. നാം നിർബന്ധമായും നിശബ്ദത പാലിക്കേണ്ട 8 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ചൂടുള്ള വാദപ്രതിവാദങ്ങളിൽ വികാരങ്ങൾ തീവ്രമായി പ്രവഹിക്കുന്നു. വാക്കുകൾ തീ പോലെ ജ്വലിക്കുന്നു. അത് സംഘർഷത്തിൻ്റെ വക്കിലേക്ക് എത്തുന്നു. അവിടെ നിശബ്ദത ആ സംഘർഷത്തെ ലഘൂകരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ നിശബ്ദത ഒരു തോൽവിയായി തോന്നാമെങ്കിലും അക്ഷരാർത്ഥത്തിൽ നിശബ്ദത പാലിക്കുന്ന നാം തന്നെയാണ് ജയിക്കുന്നത്. ചില പ്രസ്താവനകൾ നടത്തേണ്ടി വരുമ്പോൾ നമുക്ക് അവയെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ നിശബ്ദമായിരിക്കുന്നതാണ് അഭികാമ്യം. നമ്മുടെ അറിവില്ലായ്മ മറ്റുള്ളവർ അറിയുകയില്ല, മാനം പോവുകയുമില്ല. നിങ്ങളുടെ അഭിപ്രായം മാനിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ നിശബ്ദത പാലിക്കുന്നതാണ് അഭികാമ്യം. നിങ്ങളുടെ വികാരം വ്രണപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും. ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് അഭികാമ്യം. വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നല്ലേ പ്രമാണം. കോപം കൊണ്ട് ആവശ്യമില്ലാത്തത് എന്തെങ്കിലും പറഞ്ഞേക്കാം, അവിടെ മിണ്ടാതിരിക്കുക. രഹസ്യാത്മത സൂക്ഷിക്കേണ്ട ചില സാഹചര്യങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ചർച്ച വരുമ്പോൾ അധികം സംസാരിക്കാതെ നിശബ്ദത പാലിക്കുക. ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ നാം അറിയാതെ പലതും പറഞ്ഞു പോയേക്കാം. നിങ്ങൾ സംസാരിക്കേണ്ട വിഷയത്തിന് പറ്റിയ ആളുകളെയോ സന്ദർഭങ്ങളെയോ സാഹചര്യങ്ങളെയോ അല്ല എങ്കിൽ നിശബ്ദത പാലിക്കുന്നതാണ് ഉചിതം. പൊങ്ങച്ചം പറയുന്നവരുടെയും വീമ്പിളക്കുന്നവരുടെയും മുമ്പിൽ പെട്ടുപോയാൽ കഴിയുന്നതും നിശബ്ദത പാലിക്കുക. അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് നാമും അതിൻ്റെ ഭാഗമായി തീർന്നേക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഒരാളെ കുറ്റപ്പെടുത്തുന്നത് വിമർശനം ഏറ്റുവാങ്ങുന്ന വ്യക്തിയുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തും. കുറ്റപ്പെടുത്തലിന് ന്യായമുണ്ടെങ്കിൽ പരസ്യമായി മിണ്ടാതിരിക്കുകയും സ്വകാര്യമായി അവരെ തിരുത്തുകയും ചെയ്യുകയാണ് അഭികാമ്യം. ചുരുക്കി പറഞ്ഞാൽ, എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ മൗനം പാലിക്കണമെന്നും അറിഞ്ഞാൽ കാര്യങ്ങൾ കുറെ കൂടി ഭംഗിയാകും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.